പ്രിയപ്പെട്ട ശാലോം TV പ്രേക്ഷകരെ, കരുണയുടെ വിശുദ്ധ വർഷം പ്രമാണിച്ച് എലിയോസ് എന്ന പേരിൽ ശാലോം TV പ്രക്ഷേപണം ചെയ്യുന്ന ഈ പരിപാടിയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കരുണ നേടുവാനും കരുണ കാണിക്കുവാനും നമുക്ക് പ്രത്യേക അവസരം ഒരുക്കിക്കൊണ്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ച വിശുദ്ധ വർഷത്തിലൂടെയാണ്, അഥവാ ജൂബിലി വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2015 ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് ആരംഭിച്ച വിശുദ്ധ വർഷം 2016 നവംബർ 20-ന് ക്രിസ്തുരാജൻ്റെ തിരുനാൾ ദിവസമാണ് അവസാനിക്കുന്നത്. ആ രണ്ട് തീയതികൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതും മാർപ്പാപ്പ ഒത്തിരി ആലോചിച്ച് തിരഞ്ഞെടുത്തതുമാണ് എന്ന് തോന്നുന്നു. ഈ കരുണയുടെ വിശുദ്ധ വർഷം സഭ നമ്മളോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ദൈവം കരുണാസമ്പന്നനാണ്. ദൈവം കരുണ കാണിക്കുന്നതിൽ ഉദാരമതിയാണ്. 2, ദൈവത്തിൻ്റെ കരുണ ആവശ്യമുള്ളവരാണ് എല്ലാ മനുഷ്യരും. അതുകൊണ്ട് ഈ വിശുദ്ധ വർഷത്തിൽ സഭ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യേക അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി കരുണ ദൈവത്തിൽ നിന്ന് വാങ്ങിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമുക്ക് കരുണ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട ജോസഫ് പാംപ്ലാനി അച്ഛൻ, ബൈബിളിൽ ഡോക്ടറേറ്റുള്ള അച്ഛൻ, തലശ്ശേരി അതിരൂപത അംഗമാണ്. അച്ഛനെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന രണ്ടാമത്തെ ആൾ മിസ്റ്റർ VV അഗസ്റ്റിൻ. ഇടുക്കി തങ്കച്ചായൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തെ കൂടുതൽ അറിയും. ആലപ്പുഴ സ്വദേശിയാണ്. KSTയുടെ വൈസ് ചെയർമാനാണ്. അവിവാഹിതനാണ്. ഒരു റിട്ടയേർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. മിസ്റ്റർ അഗസ്റ്റിനെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തത് മിസ്റ്റർ ഡൊമിനിക് K. ആലുവായിൽ ആശ്വാസാലയത്തിൻ്റെ നായകനാണ്. കരുണയുടെ മനുഷ്യമുഖം ലോകത്തിന് മുമ്പിൽ പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ്. സ്വന്തം ജോലി ഉപേക്ഷിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് അദ്ദേഹവും ഭാര്യയും ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു. 4, സിസ്റ്റർ ജസ്ലിൻ റോസ് MSMI, കുളത്തുവയൽ ധ്യാനകേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. 15 വർഷത്തോളമായി ഈ ധ്യാന ശുശ്രൂഷ മേഖലയിലുണ്ട്. സിസ്റ്ററെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം ബഹുമാനപ്പെട്ട പാംപ്ലാനി അച്ഛനോടാണ്. ഈ കരുണയുടെ വിശുദ്ധ വർഷത്തിൽ മാർപ്പാപ്പ നമ്മളോട് പറയുന്നത് നമ്മൾ കരുണ വാങ്ങിയെടുക്കേണ്ട ആളുകളാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്. ദൈവം കരുണാസമ്പന്നനാണ്. പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ കരുണ ഏറ്റവും ആവശ്യമുള്ള മേഖല ഏതാ? ദൈവകരുണ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് മനുഷ്യൻ്റെ പാപമോചനത്തിൻ്റെ മേഖലയിലാണ്. കാരണം അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം. പാപിയെ തേടി വരികയും പാപിയെ അവനായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവം പാപമോചനത്തിൻ്റെ മേഖലയിലാണ് ഏറ്റവും വലിയ കാരുണ്യം വർഷിക്കുക. അതുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്നാപകയോഹന്നാൻ പറഞ്ഞു, ഈശോയെ ആദ്യമായി സ്നാപകൻ പരിചയപ്പെടുത്തുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വേറെ ഒത്തിരി വിശേഷണം പറയാമായിരുന്നു. അവൻ കാത്തിരുന്ന മെശിഹായാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ്. പക്ഷെ സ്നാപകൻ പറയുന്നത് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരു വ്യക്തിക്ക് ദൈവവുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് പാപമോചന അനുഭവത്തിൽ നിന്ന്. എൻ്റെ പാപം ഇല്ലാതാക്കിയവൻ, അതാണ് ഈശോയുമായുള്ള എൻ്റെ ബന്ധത്തിൻ്റെ തുടക്കം എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം.
ദൈവം സൃഷ്ടിയിലൂടെ നാം എല്ലാവരുമായി ബന്ധത്തിലാണ്. പക്ഷേ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ആരംഭിക്കുന്നത് പാപമോചന അനുഭവത്തിലൂടെയാണ്. അത് ജന്മപാപം തുടങ്ങി കർമ്മപാപം വരെയുള്ള പാപമോചന അനുഭവമാണ് ദൈവകാരുണ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ മാനം. ഈ പാപമോചനത്തിന് അനുതാപത്തോടു കൂടിയുള്ള കുമ്പസാരം വേണമെന്നാണല്ലോ സഭ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അനുതപിച്ച് കുമ്പസാരിച്ചാൽ പാപത്തിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും അവസാനിക്കുന്നുണ്ടോ? അങ്ങനെ ആണെങ്കിൽ ഈ സഭ പഠിപ്പിക്കുന്ന ദണ്ഡവിമോചനം അതിൻ്റെ പ്രസക്തി എന്താണ്? യെസ്, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് സഭയിൽ കൂദാശകൾ 7 എണ്ണമുണ്ട് എന്ന് നമുക്കറിയാം. കുമ്പസാരം അതിൽ പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ്. കുമ്പസാരം എന്ന കൂദാശയുടെ ഭാഗമായിട്ടാണ് ദണ്ഡവിമോചനത്തെ മനസ്സിലാക്കുക. കാരണം കുമ്പസാരിച്ച് കഴിയുമ്പോൾ വൈദികൻ പ്രാശ്ചിത്തം കൽപ്പിക്കാറ്. ആ പ്രാശ്ചിത്തം ഒരു സൂചനയാണ് നാം ചെയ്ത പാപങ്ങൾക്ക് ദൈവപുത്രൻ പരിഹാരം ചെയ്തു. ആ ദൈവപുത്രൻ്റെ പരിഹാരത്തോട് ചേർന്ന് നമ്മളാൽ ആവുന്ന പരിഹാരം നമ്മളും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് കുമ്പസാരത്തിൽ നിശ്ചയിക്കുന്ന പ്രാശ്ചിത്തം എന്ന് പറയും. ആദിമസഭയിൽ ഇപ്രകാരം നിശ്ചയിക്കപ്പെടുന്ന പ്രാശ്ചിത്തങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ദണ്ഡവിമോചനം ആരംഭിച്ചു വന്നത്. അതായത് വലിയ കഠിനമായ പ്രാശ്ചിത്തങ്ങൾ നിശ്ചയിച്ചിരുന്നു. ആ കഠിനമായ പ്രാശ്ചിത്തങ്ങൾ ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ മേലാത്ത സാഹചര്യം വന്നപ്പോൾ അവർക്ക് വേണ്ടി മറ്റുള്ളവർ ആ പ്രാശ്ചിത്തം ഏറ്റെടുത്ത് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇതൊക്കെയാണ് ദണ്ഡവിമോചനങ്ങളുടെ ഉത്ഭവത്തിൻ്റെ കാരണം. യഥാർത്ഥത്തിൽ ഈ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പാപം ചെയ്തു കഴിയുമ്പോൾ നിത്യശിക്ഷയ്ക്കും കാലിക ശിക്ഷയ്ക്കും നമുക്ക് അർഹതയുണ്ടാകും. പാപിയെ കാത്തിരിക്കുന്ന ഇതാണ് നിത്യശിക്ഷ എന്ന് പറഞ്ഞാൽ നരകം. നരകാഗ്നിയിൽ നമ്മൾ നിബന്ധിക്കുന്നു എന്നുള്ളതാണ് നിത്യശിക്ഷ. ഈ നിത്യശിക്ഷ, കാലിക ശിക്ഷ, ഏതെങ്കിലും ഒരു തിന്മ ചെയ്ത വ്യക്തിക്ക് നരകത്തിൽ പോകാൻ അവൻ അതിൽ തന്നെ അർഹനാണ്. അത് ദൈവം പ്രത്യേകിച്ച് ശിക്ഷ വിധിക്കേണ്ട കാര്യമില്ല. ഓരോ മാരക പാപത്തിലും നരകം ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് സത്യം. വിഷത്തിൽ മരണം പോലെ ഓരോ മാരക പാപത്തിലും നരകമുണ്ട്. ആ പാപത്തെ സ്വീകരിക്കുന്നവൻ അതിൻ്റെ കൂടെ നരകവും സ്വീകരിക്കും. അത് ഇല്ലാതാക്കാൻ ഞാൻ ചെയ്ത മാരകപാപം എന്നിൽ ഉളവാക്കുന്ന നരകശിക്ഷയെ ഇല്ലാതാക്കാൻ വിശുദ്ധ കുമ്പസാരത്തിലൂടെ മാത്രമേ കഴിയൂ. അതാണ് കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നിത്യശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നു. അതേസമയം കാലിക ശിക്ഷ ശേഷിക്കുന്നു. ആ പാപം ഉളവാക്കിയ പ്രതിസന്ധികളുണ്ട്. ഉദാഹരണം, ഞാൻ പണം അന്യായമായി കൈവശപ്പെടുത്തി. ഉദാഹരണം പറഞ്ഞാൽ സക്കേവൂസിൻ്റെ കഥ എടുക്കുക. സക്കേവൂസ് ഒരുപാട് മോഷ്ടിച്ചു, പിടിച്ചു പറിച്ചു, അന്യായം കാണിച്ചു, അഴിമതി കാണിച്ചു. അയാൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈശോ അവൻ്റെ വീട്ടിൽ ചെന്നു. ഈശോയുടെ സാന്നിധ്യം തന്നെ അവന് രക്ഷാകരമാണ്. അവൻ്റെ പാപങ്ങൾ യേശുവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ഈശോ ആ ഭവനത്തിന് രക്ഷ കൊടുക്കുന്നു. പക്ഷേ അതിൻ്റെ കൂടെ അവൻ ചെയ്ത് നോക്കിയേ, എല്ലാം അവൻ വിട്ടുപേക്ഷിക്കാൻ തയ്യാറ്, തിരിച്ചു കൊടുക്കാൻ തയ്യാറ്. അതായത് ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അതാണ് ഈ കാലിക ശിക്ഷയുടെ വിടുതൽ എന്ന് പറയുക. ഞാൻ നിത്യശിക്ഷ ഒഴിവാക്കി അതോടൊപ്പം തന്നെ എൻ്റെ പ്രവൃത്തി മൂലം മറ്റുള്ളവർക്കുളവായ നഷ്ടങ്ങൾ എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ പരിഹരിക്കണം. ചിലതെനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാലിക ശിക്ഷയിൽ, ചിലതെനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത. ഇപ്പോൾ ഉദാഹരണമായി ഏതെങ്കിലും സാഹചര്യത്തിൽ ഗർഭഛിദ്രം നടത്തിയ ഒരു സഹോദരിയാണെന്ന് വിചാരിക്കും, അല്ലെ ഒരാളുടെ ജീവൻ ഉത്തരവാദിയായി തീർന്ന വ്യക്തിയാകുക. അതൊന്നും മനുഷ്യനെ കൊണ്ട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റിയ. അപ്രകാരം പരിഹരിക്കാൻ പറ്റാത്ത കാലിക ശിക്ഷകൾ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ സങ്കടാനുഭവങ്ങളിലൂടെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ കഠിനമായ ഘോരമായ അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് ഒരു പാപി ചെന്നെത്താതിരിക്കാൻ വേണ്ടി
ദൈവം തൻ്റെ കരുണയാൽ തിരുസഭയിൽ നമുക്ക് ദണ്ഡവിമോചനങ്ങളുടെ അവസരങ്ങൾ നൽകും. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഈ കരുണയുടെ വർഷത്തിൽ ദണ്ഡവിമോചനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കും. പൂർണ്ണദണ്ഡ വിമോചനം, അപൂർണ ദണ്ഡ വിമോചനം എന്നൊക്കെ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോഴും പറയാറുണ്ട്. തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യെസ്. കാലിക ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് ദണ്ഡവിമോചനം. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ ഒരു പാപത്തിൻ്റെ കാലിക ശിക്ഷ പൂർണ്ണമായും മാറ്റിയെടുക്കുന്നെങ്കിൽ അത് കാലിക ശിക്ഷയുടെ പൂർണ്ണ വിമോചനം. അതുകൊണ്ടാണ് അത് പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. മുഴുവൻ പാപങ്ങളുടെയും പ്രശ്നം ആ ഒരു പൂർണ്ണ ദണ്ഡവിമോചനത്തിൽ മാറിയെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു പാപത്തിൻ്റെ കാലിക ശിക്ഷ പൂർണ്ണമായും മാറിയെന്നാണ്. പലരും ചോദിക്കാറുണ്ട്, പൂർണ്ണ ദണ്ഡവിമോചനത്തിന് ഒരുപാട് പ്രാപിക്കുന്നു. ഒരു പൂർണ്ണ ദണ്ഡവിമോചനം പോലെ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ഒരു പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ഒരു പാപം ചെയ്യുമ്പോൾ അതിനാനുപാതികമായ കാലിക ശിക്ഷയുണ്ടല്ലോ. ആ കാലിക ശിക്ഷയിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതലാണ് പൂർണ്ണദണ്ഡ വിമോചനം. ആ കാലിക ശിക്ഷയിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ കിട്ടുന്നില്ല എങ്കിൽ അതാണ് ഭാഗികമായത്. ഒരു പാപത്തിൻ്റെ തന്നെ കാലിക ശിക്ഷ പൂർണ്ണമായി മാറി കിട്ടിയിട്ടില്ല എന്നാണ് ഭാഗിക ദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് സാധിക്കുന്നത്ര പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാൻ സഭ അവസരം കൊടുക്കുന്ന അതിനാണ്. കാരണം ഒരു വ്യക്തി ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷ ഇനിയും പരിഹരിക്കപ്പെടാതെ കിടപ്പുണ്ട്. അവയിൽ നിന്നുള്ള വിടുതലാണ് ഈ പൂർണ്ണ ദണ്ഡവിമോചനങ്ങളിലൂടെ ലഭിക്കുക. ഭാഗിക ദണ്ഡവിമോചനങ്ങൾ നമ്മൾ ഏത് പുണ്യപ്രവൃത്തി ചെയ്താലും കിട്ടും. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ബസ്സിൽ ഒരാൾക്കൊരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രായമായ ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ, നടക്കാൻ മേലാത്ത ഒരു ഇച്ചായനെ കൈപിടിച്ച് നമ്മൾ വഴിയെ നടത്തി അദ്ദേഹത്തെ ലക്ഷ്യത്തിലെത്തിക്കുമ്പോൾ, നമുക്ക് 100,000 ഉപകാരങ്ങൾ ചെയ്ത് നമ്മൾ ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ അത് ഈ ഒരു പ്രത്യേക നിയോഗത്തിൽ ചെയ്തെങ്കിലല്ലേ ആ ദണ്ഡവിമോചനം? തീർച്ചയായും. അതായത് ഇപ്രകാരം ചെയ്യുമ്പോൾ, ഇപ്പം അന്നേരം നമുക്ക് നിയോഗം വയ്ക്കാൻ പറ്റിയില്ലേ പോലും, നമുക്ക് പിന്നീടും ആ നിയോഗങ്ങൾ വയ്ക്കാമെന്നാണ് അക്വീനാസ് പുണ്യാളൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സത്യം. അതായത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു നിയോഗമില്ല, അല്ലെ അന്നേരം നമ്മൾ കുമ്പസാരിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. പാപാവസ്ഥയിലായിരിക്കുന്നൊരവസരത്തിലാണ് നമ്മളിങ്ങനെ ഒരു നന്മ ചെയ്ത്, ആ നന്മ പാഴായി പോവുകയില്ല. അതിൻ്റെ ദണ്ഡവിമോചനം നമുക്ക് കിട്ടും എപ്പോഴാണ്? കുമ്പസാരിച്ച് കഴിയുമ്പോൾ. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് റിവിവിഷൻസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ദൈവശാസ്ത്രത്തിൽ ഉപയോഗിച്ച്. അതായത് എപ്പോൾ നമുക്ക് വരപ്രസാദം കിട്ടുന്നോ അപ്പോൾ അതിന് മുമ്പ് ചെയ്ത നന്മപ്രവർത്തികളുടെ എല്ലാം പുണ്യം നമുക്ക് കൈവരുന്നു എന്നുള്ളതാണ്. ദണ്ഡവിമോചനത്തെക്കുറിച്ച് മറ്റ് കത്തോലിക്കരല്ലാത്ത ആൾക്കാർ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളിത് വിറ്റ് കണ്ടുപോകാനും കാശുണ്ടാക്കിയിട്ടുണ്ട്. ചില രാജാക്കന്മാർക്ക് ദണ്ഡവിമോചനം കൊടുത്തുകൊണ്ട് വിമോചിച്ചു, അതൊക്കെ വലിയ എതിർസാക്ഷ്യമായി പോയെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ അച്ഛൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായെന്ന്? ആ ആരോപണത്തിൽ ചെറിയ കഴമ്പുണ്ട്. ഇല്ല എന്ന് നമ്മൾ വെറുതെ കൈ കഴുകുന്നതും ശരിയല്ല. പക്ഷെ ദണ്ഡവിമോചനങ്ങളുടെ ആരംഭം ഇവിടെ നിന്നൊന്നുമല്ല. ഇടക്കാലത്ത് അങ്ങനെ ഒരു അപജയം സഭയിൽ സംഭവിച്ചിരുന്നു. സഭ മുഴുവനല്ല, ഒരു പ്രത്യേക പ്രദേശത്ത് അങ്ങനെ സംഭവിച്ചിരുന്നു എന്നുള്ളത് വസ്തുതാപരമാണ്, ചരിത്രപരമാണ്. നമ്മളതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. അവയൊക്കെ ഓർത്താണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എൻ്റെ പിഴ ചൊല്ലി ലോകത്തോട് മാപ്പ് ചോദിച്ചു. ആ സംഭവം ഇത്രയേ ഉള്ളൂ. ആരംഭം മുതലേ ഈ ദണ്ഡവിമോചനങ്ങൾ കുമ്പസാരം എന്ന കൂദാശയുടെ പരിഹാര പ്രവൃത്തി എന്ന നിലയിൽ ദണ്ഡവിമോചനങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ പിൽക്കാലത്ത് സഭയിൽ ചില സന്യാസ സഭകളാകട്ടെ മറ്റ് ചിലരാകട്ടെ അവർ നടത്തുന്ന അവരുടെ പള്ളിക്ക് പ്രാധാന്യം കിട്ടാൻ വേണ്ടി അതിന് ദണ്ഡവിമോചനം പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ അക്കാലത്തെ പ്രസിദ്ധരായ സന്യാസഭകളാണ് ഡൊമിനിക്കൻസ്, ഫ്രാൻസിസ്കൻസ് ഒക്കെ. അവർ നടത്തുന്ന ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ദണ്ഡവിമോചനം പ്രഖ്യാപിക്കണമെന്ന് അവർ വാശി പിടിച്ചു. അങ്ങനെ സ്വാധീനമുള്ളവർ അവർ പലരും അങ്ങനെ ദണ്ഡവിമോചനങ്ങൾ അവരുടെ ധ്യാനത്തിൽ പങ്കെടുക്കാവുന്നവർക്ക് ദണ്ഡവിമോചനം. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഡൊമിനിക്കൻസിൻ്റെ ധ്യാനത്തിന് കൂടുതൽ ഡിമാൻഡായി. അവിടെ പോയ ദണ്ഡവിമോചനം കിട്ടുമല്ലോ എന്നുള്ള അവസ്ഥ വന്നു. പിന്നെ ഓരോ ഭക്തകൃത്യങ്ങൾ, ഇപ്പോൾ ഒരാൾക്ക് കുരിശിൻ്റെ വഴിയോടാണ് താല്പര്യമെങ്കിൽ കുരിശിൻ്റെ വഴി ചെല്ലുന്നവർക്ക്
പ്രത്യേക ദണ്ഡവിമോചനം. ഈ രീതിയിൽ ദണ്ഡവിമോചനങ്ങളെ ആത്മീയമായി തന്നെ ദുരുപയോഗിച്ച് തുടങ്ങിയതാണ് ഇതിൻ്റെ അപകടം. ഇതൊരു 13-14 നൂറ്റാണ്ടുകളിലെ അപജയങ്ങളാണ് ഇത്. പിന്നീട് 1510 ജൂലിയൻ മാർപ്പാപ്പയുടെ കാലത്താണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പണി കുറേ കാലമായിട്ട് മുമ്പോട്ട് പോകാതെ നിന്നപ്പോൾ, പണമില്ലാതെ നിന്നപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നിർമ്മാണ പ്രവൃത്തിക്ക് സംഭാവന ചെയ്യുന്നവർക്ക് ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാൻ സാധിക്കും. മാർപ്പാപ്പ പറഞ്ഞതിനകത്തൊരു തെറ്റുമില്ല. കാരണം ഏത് പുണ്യപ്രവൃത്തി, ഇതൊരു പരിത്യാഗമാണല്ലോ. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു വ്യക്തി നടത്തുന്ന സംഭാവന, അവൻ്റെ ദശാംശം കൊടുക്കുക, തീർച്ചയായും പരിത്യാഗമുണ്ട്, അതിന് ദണ്ഡവിമോചനമുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മാർപ്പാപ്പ ഈ പറഞ്ഞത് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ജർമ്മനിയിലെ മൈൻസ് രൂപത ഒരു അബദ്ധം കാണിച്ചു. അവർ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദണ്ഡവിമോചനങ്ങൾ വിൽക്കാൻ തുടങ്ങി. ഇത്ര രൂപ തന്നാൽ ഇത്ര ദണ്ഡവിമോചനം, ഇത്ര ദിവസത്തേക്ക് ദണ്ഡവിമോചനം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ ഈ ദണ്ഡവിമോചനങ്ങൾ വിൽക്കുക എന്ന പദം അവരുപയോഗിച്ചില്ല എങ്കിൽ പോലും ഫലത്തിൽ അത് വിൽപ്പനയായി തീർന്നു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പകുതി അവർ റോമിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അത് മാർപ്പാപ്പ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു പ്രവൃത്തിയൊന്നുമല്ല. പക്ഷേ പകുതി പൈസ ഈ രൂപത റോമിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ പാപത്തിൻ്റെ പങ്കാളിത്തം റോമിനും കിട്ടി എന്നുള്ളത് സത്യം. എന്നാൽ ഈ വസ്തുതകൾ അറിഞ്ഞ ഉടനെ മാർപ്പാപ്പ ഇത് നിരോധിച്ചു. ഇങ്ങനത്തെ വിൽപ്പനകൾ പാടില്ല എന്ന് പറഞ്ഞ് നിരോധിക്കുകയും തുടർന്ന് വന്ന മാർപ്പാപ്പമാരെല്ലാം ദണ്ഡവിമോചനത്തെക്കുറിച്ച് വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് നമുക്കറിയാം 1510 ഇത് നടക്കുന്നു. 1518 മൈൻസിലെ രൂപത ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയത്. 1520 ലൂതർ ഇതിനെതിരെ കലാപവുമായിട്ട് രംഗത്ത് വരുന്നത്. അതേ തുടർന്നാണ് ലൂതർ പറഞ്ഞ ചില ആശയം, ലൂതറിൻ്റെ വിഖ്യാതമായ ചില പദപ്രയോഗങ്ങളുണ്ട്. നേർച്ചപ്പെട്ടിയിലേക്ക് കാശിടുമ്പോൾ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ലൂതർ പരിഹസിക്കുന്നുണ്ട്. അത് സഭയുടെ മൊത്തം ഒരു തെറ്റല്ല, ഒരു സഭയിലെ ഒരു രൂപതയിൽ സംഭവിച്ച ഒരു അപജയമാണ്. പക്ഷെ അതുകൊണ്ട് സംഭവിച്ച ദോഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദണ്ഡവിമോചനങ്ങളുടെ രക്ഷാകരമായ മാനം തന്നെ അവഗണിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതെന്തോ പൈസ കൊടുത്ത് മേടിക്കുന്ന പരിപാടിയാണ്, ഇതെന്തോ മോശം, വിശ്വാസത്തിന് നിരക്കാത്ത വിഷയമാണ് ദണ്ഡവിമോചനം എന്നുള്ള ഒരാശയം ജനസാമാന്യത്തിനിടയിൽ പ്രചരിക്കുകയും ദണ്ഡവിമോചനങ്ങളിലൂടെ ദൈവം ഒരുക്കുന്ന വലിയ രക്ഷയുടെ ഫലം ദൈവജനത്തിന് നഷ്ടമാകാൻ ഇടവരികയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കടകരമായ വസ്തുത. കുംഭസാരത്തിലൂടെ പാപത്തിൻ്റെ എല്ലാ ശിക്ഷകളും തീർന്നു, പിന്നെ ഒരു ദണ്ഡവിമോചനത്തിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ടാവില്ലേ? കുംഭസാരത്തിന് ഞാൻ പറഞ്ഞല്ലോ, കുംഭസാരത്തിൻ്റെ പരിഹാരകർമ്മമാണ് വാസ്തവത്തിൽ ദണ്ഡവിമോചനമായി രൂപപ്പെട്ടത്. കുംഭസാരിച്ചാൽ പിന്നെ കുംഭസാരത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതുകൂടെ കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ കുംഭസാരം പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് സഭ ഇത് രണ്ടും രണ്ടായി നിന്നപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ കുംഭസാരത്തെയും ദണ്ഡവിമോചനത്തെയും ഒരൊറ്റ വകുപ്പാക്കി മാറ്റിയത്. റോമിൽ അതിൻ്റെ കാര്യാലയം ഒന്നിപ്പിച്ചു. ഇതൊരു കൂദാശയുടെ ഭാഗമാണ്. അതായത് നമ്മൾ കുംഭസാരത്തിൻ്റെ പ്രായശ്ചിത്തം നിറവേറ്റി കഴിയുമ്പോഴാണ് കുംഭസാരം പൂർണ്ണമാകുന്നത് എന്നതുപോലെ തന്നെ ഈ കുംഭസാരത്തിൻ്റെ നിത്യശിക്ഷ പൂർണ്ണമായി നമുക്ക് ഒഴിവായി കിട്ടി. പാപാവസ്ഥയിൽ ഒരു വ്യക്തി കുംഭസാരിച്ചു കഴിഞ്ഞാൽ നിത്യശിക്ഷ ഒഴിവായി. അതുകൊണ്ട് ആ വ്യക്തി ഒരിക്കലും നരകത്തിൽ പോവുകയില്ല, ആ പാപത്തിൻ്റെ പേരിൽ നരകത്തിൽ പോവുകയില്ല, ഈ പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിച്ചില്ല എങ്കിൽ. എന്നാൽ ആ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് പോകാൻ ബാധ്യസ്ഥനാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ എയർ കണ്ടീഷൻ്റെ സ്ഥലമാണ് എന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കരുത്. പല വിശുദ്ധന്മാരും പറയുന്നത് നരകത്തിലെ വേദനയോട് തുലനം ചെയ്യാവുന്ന വേദനയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ. ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, രണ്ടും ഒരേപോലെയുള്ള പീഡനമാണ്. നരകത്തിലെ നിത്യവും ശുദ്ധീകരണ താൽക്കാലികവുമാണ്. അതിനൊരു അറുതിയുണ്ട് എന്നൊരു ആശ്വാസം മാത്രമേ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളൂ. അതിനെക്കുറിച്ച് സഭ ഔദ്യോഗികമായി ഒന്നും പഠിപ്പിച്ചിട്ടില്ല.
പക്ഷെ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനയെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്ന ഒരു ആശയം നമുക്കറിയാം. ആത്മാവിനെ ഇട്ട് ചുട്ടുകരിച്ചാലൊന്നും ആത്മാവ് ശുദ്ധമാകിയാൽ, ആത്മാവ് വലിയ സ്വർണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ലോഹമോ അല്ല ഉരുക്കിയെടുക്കാൻ. മറിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനയെക്കുറിച്ച് സഭാപിതാക്കന്മാരുടെ പ്രബോധനം വളരെ നല്ലതാണ്. അവർ പറയുന്നത് കുരിശിലെ ഈശോയുടെ സഹനത്തിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാനും ശുദ്ധീകരിക്കാനും കഴിയുള്ളൂ. അപ്പോൾ ശുദ്ധീകരാത്മാക്കൾ അനുഭവിക്കുന്ന വേദന ഏത് എന്ന് ചോദിച്ചാൽ, ക്രൂശിതനായ ഈശോ മിശിഹ കുരിശേൽ അനുഭവിച്ച വേദനയോടാണ് അവർ താതാത്മ്യപ്പെടുന്നത്. അതിനെ ഒഴിവാക്കാൻ തിരുസഭ ഇപ്രകാരം ദണ്ഡവിമോചനങ്ങൾ നമുക്ക് സംലഭ്യമാക്കുന്നു എന്നുകൂടി ചിന്തിക്കുമ്പോഴാണ് ദണ്ഡവിമോചനത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കരുണയുടെ വർഷത്തിൽ അത്തരം ദണ്ഡവിമോചനം പ്രാപിക്കാൻ വളരെ പ്രത്യേകമായ അവസരങ്ങൾ ലഭിച്ചിരിക്കുക. പക്ഷെ അത് എന്തുമാത്രം ആളുകൾ അതിനെപ്പറ്റി ബോധ്യമുണ്ട്, എന്തുമാത്രം അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് ഒരു സംശയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദണ്ഡവിമോചനം പ്രാപിക്കാൻ വേണ്ടി സഭ എക്കാലവും നമ്മൾ വിചാരിച്ചാൽ ഇത് പ്രാപിക്കാൻ പറ്റിയല്ല. ഈ കരുണയുടെ വർഷത്തിലാണ് മാർപ്പാപ്പ പല കാര്യങ്ങളും ആനുകൂല്യങ്ങളും തന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ കരുണയുടെ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കും. അതായത് റോമിൽ പരിശുദ്ധ മാർപ്പാപ്പ പീറ്റേഴ്സ് ബസിലിക്കായുടെ വാതിൽ തുറന്നതുപോലെ എല്ലാ മെത്രാന്മാരും അവർ നിശ്ചയിച്ച ദേവാലയങ്ങളിലൂടെ അകത്ത് പ്രവേശിക്കുക. ആ വാതിലിലൂടെ തന്നെ പ്രവേശിക്കും. ആ ദേവാലയത്തിൽ പ്രവേശിച്ചാൽ മാത്രം പോരാ, ആ ദേവാലയത്തിൽ നിശ്ചയിക്കപ്പെട്ട വാതിലിലൂടെ പ്രവേശിക്കുന്നവർക്കാണ് ദണ്ഡവിമോചനം. അതെന്നാ വേറെ വാതിൽക്കടെ കയറിയാൽ പോരെ എന്ന് ചോദിച്ചിട്ട് അർത്ഥമില്ല. കാരണം എന്താണ്? സഭയാണ് അതിൻ്റെ മാനദണ്ഡം നിശ്ചയിച്ചിരിക്കുന്നത്. ആ മാനദണ്ഡം കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ വാതിലിലൂടെ പ്രവേശിച്ച് കഴിയുമ്പോൾ അതിനാൽ തന്നെ ദണ്ഡവിമോചനം. ആ വാതിലിലൂടെ പ്രവേശിച്ച് ആ പള്ളിയിൽ വെച്ച് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ചാൽ വീണ്ടും ദണ്ഡവിമോചനം ലഭിക്കുകയാണ്. കുമ്പസാരത്തിൻ്റെ മറ്റെല്ലാ കൃപകളും അതിനോടൊപ്പം കിട്ടുന്നു, കൂടാതെ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. ആ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാന കണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ വീണ്ടും പൂർണ്ണ ദണ്ഡവിമോചനം. അവിടെ ഇരുന്ന് മറ്റ് ഭക്തകൃത്യങ്ങൾ ചെയ്യുമ്പോഴും വീണ്ടും നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കും. അപ്പോൾ ഇത് ഈ കരുണയുടെ വർഷത്തിൽ മാത്രം ഉള്ള ഭാഗ്യമാണ്. വിശുദ്ധ ത്രിത്വത്തിൻ്റെ എലിസബത്ത് എന്ന് പറയുന്ന വിശുദ്ധ പറയുന്നത്, ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വേദനകൾ എന്താണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ ഈ സഭ നൽകുന്ന ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാൻ ജീവിതം മുഴുവനും പരിശ്രമിക്കുമായിരുന്നു. പലപ്പോഴും നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുന്നു. സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, മരണത്തിനപ്പുറത്തുള്ള നിത്യസത്യങ്ങൾ, ഇവയെക്കുറിച്ചുള്ള അവബോധം കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം ഈ ദണ്ഡവിമോചനങ്ങളെ അവഗണിക്കുന്ന മനോഭാവത്തെയും വിലയിരുത്താൻ. ഇത്രയും ദണ്ഡവിമോചനം കിട്ടാൻ സഭ ഒരു അവസരം ഒരുക്കി തരുമ്പോൾ, ഒപ്പം കരുണയുടെ വാതിലൊക്കെ സഭ നമുക്കായിട്ട് ഒരുക്കി തരികയാണല്ലോ. അപ്പം ഒത്തിരി പേരുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹം കാണും, പക്ഷെ സാധിക്കാത്തവരുണ്ട്. ഇപ്പോൾ കിടപ്പ് രോഗികൾ, തീരെ എഴുന്നേക്കാൻ പറ്റുകയില്ല, പള്ളി വരാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ജയിലിൽ കഴിയുന്നവർ, അങ്ങനെയൊക്കെയുള്ള സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമോ വെച്ചാൽ അതിന് അവർക്ക് ദണ്ഡവിമോചനമൊക്കെ സ്വീകരിക്കാൻ? തീർച്ചയായും മാർപ്പാപ്പ പ്രത്യേകം നിയോഗം വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം സിസ്റ്റർ പറഞ്ഞ രീതിയിലുള്ള വ്യക്തികൾക്ക് ദണ്ഡവിമോചനം പ്രാപിക്കാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ടി വിയിലൂടെ കുർബാന കാണുമ്പോൾ വിശുദ്ധ കുർബാനയുടെ പൂർണ്ണ ദണ്ഡവിമോചനം ആ വ്യക്തിക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ടി വിയിലൂടെ കാണുന്ന കുർബാന പള്ളിയിൽ പോയി കാണുന്ന കുർബാനയ്ക്ക് തുല്യമാണ് എന്നല്ല അർത്ഥം. ഈ കരുണയുടെ വർഷത്തിൽ ഇപ്രകാരം കാണുന്ന കുർബാന, പ്രത്യേകിച്ച് കരുണയുടെ വാതിലിലൂടെ ദേവാലയത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾക്ക്, അത് പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ വേദിയായിത്തീരുന്നു, അവസരമായിത്തീരുന്നു. ജയിലിലായിരിക്കുന്നവർക്ക് നമുക്കറിയാം കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കണമെന്ന് വിചാരിച്ചാൽ പറ്റിയല്ല. പക്ഷെ ജയിലിൽ അവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനാലയത്തിൻ്റെ കവാടം അനുതാപത്തോടെ അവർ കടക്കുമ്പോൾ അവർക്കും ഇതേ
ദണ്ഡവിമോചനം പൂർണ്ണമായും ലഭിക്കുന്നു എന്നുള്ളതാണ് മാർപ്പാപ്പ പഠിപ്പിക്കുക. മാർപ്പാപ്പമാരുടെ ആശീർവാദം എപ്പോഴെല്ലാം പ്രാപിക്കുന്നോ അതെല്ലാം പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെതാണ്. അത് ടി വിയിലൂടെ പ്രാപിച്ചാൽ അത് നേരത്തെ തൊട്ടുള്ളതാണ്, എപ്പോഴും അതുള്ളതാണ്. മാർപ്പാപ്പ എപ്പോഴെല്ലാം റോമിൽ പത്രോസിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ലോകത്തിനും നഗരത്തിനുമായി നൽകുന്നൊരു ആശീർവാദം എന്നാണ് അതറിയപ്പെടുന്നത്. ഊർബി എത്ത് ഓർബി എന്ന് പറയുന്നത്. ആ ആശീർവാദം മാർപ്പാപ്പ എപ്പോഴെല്ലാം നൽകി, അത് ടി വി കണ്ടാലും മതി, നമ്മളത് കുരിശ് വരച്ച് സ്വീകരിച്ച് കഴിയുമ്പോൾ അത് ദണ്ഡവിമോചനത്തിൻ്റെ അവസരമാണ് എന്നാണ് അത് സഭയുടെ ആരംഭം മുതലുള്ള പഠനമാണ്. ഇപ്പോൾ ഇത് അപ്രകാരം ടി വിയിലൂടെ കാണുന്ന ഒരു കാര്യത്തിന് പുതുതായി കൊടുത്ത ഒരു അംഗീകാരം ഈ ടി വിയിലൂടെ ഇപ്പോൾ കുരിശിൻ്റെ വഴി കാണുമ്പോഴാകാം. ദണ്ഡവിമോചനം പ്രാപിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ഭക്തകൃത്യങ്ങൾ ടി വിയിലൂടെ ഈ വർഷം പങ്കുചേരുമ്പോൾ ആ വ്യക്തികൾക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നു. അതായത് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒത്തിരി ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അച്ഛൻ പറഞ്ഞു, വിദ്യാർത്ഥികൾ ബസ് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ഒരു പ്രായമായ ഒരു വ്യക്തിക്ക് സീറ്റില്ല, അപ്പോൾ ആ വിദ്യാർത്ഥി അവിടെ നിന്ന് എണീറ്റ് കൊടുത്തിട്ട് ആ പ്രായമായ വ്യക്തി ഇരുത്തി കഴിഞ്ഞാൽ ബാഹ്യമായ ദണ്ഡവിമോചനം കിട്ടും എന്ന് പറഞ്ഞ്. ആ നമ്മുടെ ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാറ്റഗിസം മേഖലകളിലും അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യകത ഇല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. തീർച്ചയായും അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. വാസ്തവത്തിൽ എന്തിനാണ് നന്മ ചെയ്യുന്നത് എന്നറിയാമെങ്കിൽ നന്മ ചെയ്യാൻ മനുഷ്യന് താല്പര്യം ഉണ്ടാവുള്ളൂ. വെറുതെ ഞാൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ കാല് കഴിക്കാമെന്നല്ലാതെ ആ കാരണവരെ ഇരുത്തിക്കൊണ്ട് എനിക്കെന്താ ഗുണം? വാസ്തവത്തിൽ ഇരിക്കുന്ന ആ ഇച്ഛായന് ആശ്വാസം കിട്ടുന്നതിനേക്കാളും വലിയ ആശ്വാസം അതിലൂടെ എനിക്ക് കിട്ടാൻ പോവുകയാണ്. ഇവിടെ നിത്യതയിൽ അതെനിക്ക് വലിയ നിക്ഷേപമായി മാറുന്നു എന്ന ബോധ്യം ഒരു കൊച്ചിന് കിട്ടിക്കഴിയുമ്പോൾ അവന് അത്തരം നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ വ്യക്തമായും പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ് സത്യം. സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ബോധവൽക്കരണത്തിൻ്റെ പ്രത്യേകിച്ച് മതബോധനത്തിൽ ഇപ്രകാരമുള്ള നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള ബോധവൽക്കരണങ്ങൾ കുറഞ്ഞതിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ള സാമാന്യ മര്യാദകൾ, സദാചാരങ്ങൾ ഒക്കെ മറക്കുന്ന പ്രവർത്തനങ്ങൾ ഇളം തലമുറയിൽ പ്രബലപ്പെട്ടു വരുന്നത്. മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ മേഖലയിലേക്കാണ് ഇപ്പോൾ സാറ് ശ്രദ്ധ ക്ഷണിച്ചത്. അവയെല്ലാം നിത്യതയ്ക്കുള്ള നിക്ഷേപങ്ങളാണ്. കുരിശ് കാണുമ്പോൾ കുരിശ് വരയ്ക്കുന്ന ഒരു പതിവ് നമ്മുടെ കാർന്നവന്മാരുടെയൊക്കെ ഇടയിലുണ്ടായിരുന്നു. പള്ളിയുടെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ കുരിശ് വരയ്ക്കും. കുരിശ് വരയ്ക്കുന്നത് ഭാഗിക ദണ്ഡവിമോചനം തരുന്നൊരു പ്രക്രിയയാണ്. കാരണം എന്താ? അതൊരു പൊതുസാക്ഷ്യമാണ്. ഞാൻ ഈ കുരിശിനെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അടുത്തിരിക്കുന്ന മറ്റുള്ളവർക്ക് മുമ്പിൽ ഈശോയുടെ കുരിശിനെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. അപ്രകാരം കുരിശ് വരയ്ക്കുന്ന നല്ല പാരമ്പര്യങ്ങളൊക്കെ കാരണവന്മാർ നമുക്ക് പറഞ്ഞു തന്നു. പക്ഷേ ഈ തലമുറ അത്തരം കാര്യങ്ങളെയൊക്കെ പൂർണ്ണമായി അവഗണിക്കുമ്പോൾ ആത്യന്തികമായി നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനെ നന്മയുടെ വലിയ നിക്ഷേപങ്ങൾക്കുള്ള അവസരങ്ങളാണ് എന്നതാണ് സത്യം. ദണ്ഡവിമോചനം പ്രാപിച്ച ഒരു വ്യക്തി ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയാൽ അയാൾക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങൾ എന്തായിരിക്കും? ദണ്ഡവിമോചനം പ്രാപിച്ച ഒരു വ്യക്തി, അതായത് നിത്യശിക്ഷയിൽ നിന്നും കാലിക ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിച്ച വ്യക്തി ജീവകാരുണ്യ പ്രവർത്തികളിലേക്ക് ഇറങ്ങുമ്പോൾ ആ വ്യക്തി സ്വർഗത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. ആ വ്യക്തി സ്വർഗത്തിൽ പോകാനുള്ളൊരു വഴി കണ്ടെത്തുകയല്ല, മറിച്ച് ആ വ്യക്തി ഈ ഭൂമിയിൽ സ്വർഗം പണിയുന്ന വ്യക്തിയായി മാറുന്നു. നമ്മളിൽ പലർക്കും അറിവില്ലാത്തതും വ്യക്തതയില്ലാത്തതുമായ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. അതിനുതകുന്ന ചോദ്യങ്ങൾ എൻ്റെ കൂട്ടത്തിലുള്ളവർ ചോദിച്ച് അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു ഉത്തരം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ നമുക്ക് കണ്ണുകളടച്ചുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവുമാണ് ഞങ്ങളുടെ പാപത്തിനുള്ള യഥാർത്ഥ ശിക്ഷ, യഥാർത്ഥ പരിഹാരം. ആ പരിഹാരം അവിടുന്ന് ഞങ്ങൾക്ക് നേടിത്തന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ഇതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടുത്തെ കരുണ പ്രാപിക്കുവാൻ നിത്യശിക്ഷയും കാലിക ശിക്ഷയും എല്ലാം ഒഴിവാക്കി മരണാനന്തര ജീവിതത്തെ
കൂടുതൽ സ്വർഗത്തിൽ പോകുമെന്നുള്ള ഉറപ്പുള്ള ഒന്നാക്കി മാറ്റുവാൻ ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവരിലാണമേ. ആമേൻ.